തൃശൂർ ജൂബിലി മിഷൻ അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിന്റെ മറവിൽ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനും അതിരൂപത ആസ്ഥാനത്തെ ലക്ഷ്യം വെച്ച് അവഹേളനങ്ങൾ നടത്താനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അങ്ങേയറ്റം നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്ന് സിറോ മലബാർ സഭ PRO ഫാദർ ടോം ഒലിക്കരോട് അറിയിച്ചു. ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതും സമരമടക്കമുള്ള ജനാധിപത്യപരമായ പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതും ആശുപത്രി തലത്തിലാണ്. ഇതിനു വിപരീതമായി പ്രശ്നങ്ങളെ അതിരൂപത ആസ്ഥാനത്തേക്കും അതിരൂപത അധ്യക്ഷനു നേരെ വ്യക്തിപരമായും തിരിച്ചുവിടുവാൻ ശ്രമിക്കുന്നത് കൃത്യമായ അജണ്ടകളുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വർഷങ്ങളായി കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന മാതൃകാപരമായ സ്ഥാപനങ്ങളാണ് ജൂബിലി മിഷൻ അമല ആശുപത്രികൾ. നിലവിൽ ഉയർന്ന വേതന വ്യവസ്ഥയാണ് ഇവിടെ ജീവനക്കാർക്ക് നൽകിപ്പോരുന്നത്. മാത്രമല്ല, ജൂൺ 28 ഞായറാഴ്ച ആശുപത്രി മാനേജ്മെന്റുകളും സമരത്തിനിരിക്കുന്നവരുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ സർക്കാർ നിശ്ചയിക്കുന്ന വേതന വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഔദ്യോഗികമായി ഉറപ്പു നൽകുകയും സൗഹാർദ്ദപരമായി പ്രശ്നം പരിഹരിച്ചതുമാണ്. എന്നാൽ ഇതിനുശേഷവും മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനും അതിരൂപതയ്ക്കുമെതിരായ പ്രതിഷേധം നടന്നതും പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതും ഈ കാരുണ്യ സ്ഥാപനങ്ങളെ തകർക്കാൻ കരുതിക്കൂട്ടിയുള്ള ചില കേന്ദ്രങ്ങളുടെ ശ്രമമായി മാത്രമേ കാണാനാകൂ എന്ന് സിറോ മലബാർ സഭ PRO പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഗൂഢ ലക്ഷ്യത്തോടെയുള്ള ഇത്തരം ആസൂത്രിത സമരമാർഗങ്ങളും കുപ്രചാരണങ്ങളും ഒരിക്കലും അംഗീകരിക്കാനാകുന്നവയല്ല. സഭയുടെ സേവന പ്രവർത്തനങ്ങളെയും ആത്മീയ നേതൃത്വത്തെയും നുണപ്രചാരണങ്ങളിലൂടെയും വ്യക്തിഹത്യയിലൂടെയും അവഹേളിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ വിശ്വാസികളും പൊതുസമൂഹവും തിരിച്ചറിയണം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനോടും തൃശൂർ അതിരൂപതയോടുമൊപ്പം സിറോ മലബാർ സഭ ഉണ്ടെന്ന് ഉറപ്പു നൽകുന്നു എന്ന വാക്കുകളോടെയാണ് സിറോ മലബാർ സഭ PRO പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിക്കുന്നത്.